നമ്മുടെ കാക്കനാട് അത്താണിയിൽ ഒരു വീട്ടിൽ അവരെ കുട്ടി ഉപയോഗിക്കുന്ന ബാഗിൻ്റെ അകത്തൊരു പാമ്പിനെ കണ്ടെന്നുള്ള കോൾ വന്നിട്ടാണ് ഞാൻ ചെല്ലുന്നത്. ചെല്ലുന്ന സമയത്ത് ഒരു ബാഗെല്ലാം പുറത്തിട്ട് ചാക്കിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ചെന്ന് നോക്കുമ്പോൾ കണ്ട കാര്യം അത്യപുരുഷമുള്ളൊരു നല്ല വലിപ്പമുള്ളൊരു മൂർഖനായിരുന്നു. ഇത് കയറിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ ഫ്രണ്ട് ഡോർ ഓപ്പൺ ആയിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഈ കുട്ടി ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഈ ബാഗ് ഡോറിൻ്റെ തൊട്ടടുത്ത് ആണ് വെച്ചിരുന്നത്. പുറത്തുനിന്ന് പാമ്പ് കണ്ട ബാഗിൻ്റെ അകത്തുള്ള ഹോളാണ്. അതായത് ആദ്യത്തെ സിബ് തുറന്നിടക്കായിരുന്നു. ഇതിൻ്റെ അകത്ത് ബാഗ് കയറിയിരുന്നു. വീട്ടിലെ ജോലിക്കാരി വന്നിട്ട് ബാഗ് എടുത്ത് ടേബിളിലോട്ട് വെക്കാൻ നേരത്ത് സാധാരണ കൂടുതൽ വെയിറ്റ് കണ്ടപ്പോൾ എന്തോ ഒരു സംശയം തോന്നി. സിബ് തുറക്കലും അതിൻ്റെ അകത്ത് ചീറ്റിലേറ്റ്. അങ്ങനെ വീട്ടിൽ തന്നെ വേറൊരു പണിക്കാരൻ ബാഗ് എടുത്ത് ഒരു വടിയിൽ തോണ്ടി പുറത്തു വന്നിട്ട് അങ്ങനെ നമ്മളെ വിളിക്കുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല വലിപ്പമുള്ളൊരു മൂർഖനായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ സംഭവിക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ വാതിൽ നമ്മൾ ആവശ്യമില്ലാത്ത സമയത്ത് വെറുതെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ പാമ്പുകൾ അകത്ത് കയറിക്കാൻ സാധ്യതയുണ്ട്. ഇവരുടെ വീടിനൊരു പ്രത്യേകതയുണ്ട്. ഇവരുടെ വീട്ടിൽ പുറത്ത് ചൂടാണെങ്കിൽ വീടിനകത്ത് ഇത്തിരി തണുപ്പുള്ളൊരു അങ്ങനെയാണ് ആ വീട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പാമ്പ് പൊതുവെ അങ്ങനെ ഒരു തണുപ്പ് തേടി വന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇര തേടി വന്നതായിരിക്കാം. അങ്ങനെ വീടിൻ്റെ അകത്ത് കയറുകയും ബാഗിൻ്റെ അകത്ത് ഈ പാമ്പ് കയറുകയും ചെയ്തു. അതേസമയം ഈ കുട്ടി അറിയാതെ കൈയിടുകയാണെങ്കിൽ വീട്ടിൽ വേറെ കൈയിടുകയാണെങ്കിൽ എന്തായാലും കടി കിട്ടും. നല്ല അപകടത്തിന് സാധ്യതയുണ്ട്.